ഹലോ മക്കൾസ്, എടാ നമ്മളെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ചാപ്റ്ററിലെ നമ്മുടെ സുവോളജിയിലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അവിടെ നമുക്ക് ഒരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്ന് കോപ്പർ ടി കോപ്പർ 7 ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അതിന്റെ കൂടെ നമുക്ക് സർജിക്കൽ മെത്തേഡ് ചോദിക്കാറുണ്ട്. ഒരാൾക്ക് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് അല്ലേ സർജിക്കൽ മെത്തേഡ്. സർജിക്കൽ മെത്തേഡിനെ നമ്മൾ എന്തും വിളിക്കാറുണ്ടടാ, സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്നും വിളിക്കാറില്ലേ അല്ലെ. അപ്പൊ മെയിൽ ആണെങ്കിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഏതാണ്? ഒരു ആണിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം തന്നിട്ട് ഇവിടെ വാസ ഡിഫറൻസ് ടൈഡ് ആൻഡ് കട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാസെക്ടമി. ഇനി ഫലോപ്പിയൻ ട്യൂബ് ടൈഡ് ആൻഡ് കട്ട് ആണെങ്കിൽ ഫീമെയിലിൽ ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ മെത്തേഡ് അല്ലേ, അതിനെ നമ്മൾ ട്യൂബെക്ടമി എന്നാണ് പറയട്ടോ. സോ ദിസ് ഈസ് വാസെക്ടമി, ദിസ് ഈസ് ട്യൂബെക്ടമി. പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് അല്ലേ. ഇതിന്റെ പ്രശ്നം എന്താണ്? റിവേഴ്സിബിലിറ്റി ഈസ് വെരി പുവർ അല്ലെ. വീണ്ടും പ്രഗ്നന്റ് ആവണമെന്ന് വിചാരിച്ചാൽ നടക്കണ കാര്യമല്ല അല്ലെ. ഒരു ആണാണെങ്കിൽ വീണ്ടും സ്പേം പ്രൊഡക്ഷനിലൂടെ റിലീസ് ചെയ്യുന്ന വിചാരിച്ചാൽ അല്ലെ, ലിഗേഷൻ ഒക്കെ പോസിബിൾ ആയ കേസുകളൊക്കെ വളരെ ശതമാനം കുറവാണ്. സോ റിവേഴ്സിബിലിറ്റി ഈസ് വെരി പുവർ എന്നാണ് നമ്മൾ പറയാറ്. ഇനിയിപ്പം ഇത് എങ്ങനെയാണ് ഇവർ കട്ട് ചെയ്യാം? ഒന്ന് സ്ക്രോട്ടത്തിലൂടെ ഇൻസൈസ് ചെയ്തിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാറുണ്ട്. ഓക്കെ, ഇവരാണെങ്കിലോ ഇത് ഒന്നില്ലെങ്കിൽ വജൈനൽ കൂടെ ഇല്ലേ ഇൻസിഷൻ കൊടുക്കാറുണ്ട്, ഇല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുന്നത് ലോവർ അബ്ഡമനിലൂടെയും അവർ അപ്രോച്ച് ചെയ്യാറുണ്ട്. ആ കാര്യം ജസ്റ്റ് മനസ്സിലാക്കുക. സോ നോക്കി മനസ്സിലാക്കാനാണ്. ഡയഗ്രാം തന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ചെയ്യാം, ഇത് മെത്തേഡ് ഏതാണ്? സ്റ്റെറിലൈസേഷൻ ഓർ സർജിക്കൽ മെത്തേഡ്. ഇതാണെങ്കിൽ വസെക്ടമി, ഇതാണെങ്കിൽ ട്യൂബെക്ടമി എന്നാണ് പറയാം. ഓക്കെ അല്ലേ? സോ മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് കാണാം മക്കൾസ്. ഓക്കെ, ബൈ ബൈ.